എന്തൊക്കെ കടന്നു വന്നാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ പിന്മാറുകയില്ല എന്ന് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, തീരുമാനമെടുത്തൊരു ജനം അത് തെറ്റിക്കാതെ നിലനിന്നതും, മറിച്ച് മറ്റൊരിടത്ത് തീരുമാനത്തിൽ നിലനിൽക്കാതെ അനുസരണക്കേട് കാണിച്ചൊരു ജനത്തെയും കുറിച്ചാണ് പ്രവാചകൻ അവിടെ വിവരിച്ചിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജയാളികളായി നാം മുന്നേറണമെങ്കിൽ തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കണം. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവാനാണ് തിരുവചനം നമ്മളോട് ഉപദേശിക്കുന്നത്. പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളിലൂടെയും ജീവിതത്തിൽ നാം പല ഘട്ടത്തിലും കടന്നു പോകേണ്ടതായിട്ട് വരും. അവിടെ നമ്മെ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാം എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രമുള്ളതെന്നാണ്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരുടെ ചരിത്രം നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള പിന്തിരിപ്പിക്കുന്ന അവസ്ഥകളൊക്കെയും പലപ്പോഴും കടന്നു വന്നു. എന്നാൽ അതിലൊന്നും അവർ വീണു പോകാതെ അവരെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നതും കൊണ്ടാണ് തോമസ് ആൽവ എഡിസനെ പോലെയുള്ള മഹാന്മാർ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുവാൻ കാരണമായി തീർന്നത്. അതെ, ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതെ, ദൈവം പെട്ടകത്തിൽ കയറുവാൻ പറഞ്ഞെങ്കിൽ ആ ഒരു ദൈവിക തീരുമാനത്തെ നോഹ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ പെട്ടകത്തെ ദൈവം ഉറപ്പിക്കുവാനും ശക്തനായിരുന്നു. അതേ, ഈ ലോക ജീവിതത്തിൽ പല വിധത്തിലുമുള്ള പ്രതിസന്ധിയിലൂടെ ആടി ഉലയുന്നത് പോലെയുള്ള അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണോ? എന്തൊക്കെ കടന്നു വന്നാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ പിന്മാറുകയില്ല എന്ന് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ പെട്ടകവും ഒരു ദിവസം അരരാത്തു പർവ്വതത്തിൽ ഉറയ്ക്കുക തന്നെ ചെയ്യും. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് പോലെ, ജീവിതത്തിൽ മുന്നോട്ടൊരു ചുവട് വെപ്പാൻ മാത്രം ഇടം കാണുന്നുള്ളെങ്കിലും ഞാൻ ദൈവത്തിൽ ഉറച്ചു നിൽക്കും, ഉറച്ചു വിശ്വസിക്കുമെന്ന് ആ തീരുമാനത്തോടെ മുന്നേറിയതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ പുതുക്കാം, ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. എന്തൊക്കെ കടന്നു വന്നാലും ഞാൻ ദൈവത്തിനു വേണ്ടി നിൽക്കും, ക്രിസ്തുവിൻ്റെ സാക്ഷിയാകും, എൻ്റെ വിജയത്തിലേക്ക്, ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞാൻ എത്തുമെന്നുള്ള തീരുമാനത്തോടെ നാം മുന്നേറുമെങ്കിൽ വിജയം നിങ്ങളുടെ മുൻപിൽ ഉണ്ടായെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ.